ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ചിക്കൻ എങ്ങനെ കിട്ടിയാലും നമുക്കിഷ്ടം തട്ടാൻ അല്ലേ? അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി ആയാലോ? അതും വറുത്ത ചിക്കൻ കറി. ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് തിരുമ്മി അരമണിക്കൂർ വെക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ അരമണിക്കൂർ മുമ്പ് തിരുമ്മി വെച്ച നമ്മുടെ ചിക്കനെ അങ്ങോട്ട് എടുത്തിടാം. അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മുളകും ഒക്കെ നന്നായി പിടിക്കും. ഈ ചിക്കൻ വറുത്ത് കറി വെക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പപ്പായ കേട്ടോ. എൻ്റെ പപ്പായക്ക് ചിക്കൻ വറുത്ത് വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പപ്പായിൽ നിന്നാണ് ഞാൻ ഈ റെസിപ്പി പഠിച്ചത്. എൻ്റെ അമ്മേനേക്കാളും നന്നായി ഉണ്ടാക്കുന്ന എൻ്റെ പപ്പായ കേട്ടോ. പപ്പായാണ് പഠിപ്പിച്ചത് കുഞ്ഞുനാൾ മുതൽ. എങ്ങനെയാണ് പപ്പ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പോയി നിൽക്കുമായിരുന്നു, ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ. വളരെ ഈസിയാണ്. കുറച്ച് നമുക്ക് സമയം പോകുന്നത് ഈ ചിക്കൻ വറുക്കാൻ മാത്രം കേട്ടോ. അപ്പം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ചിക്കൻ ടേസ്റ്റിയുമാണ്. നോർമലായി നമ്മൾ വെക്കുന്ന ചിക്കനേക്കാളും നല്ലതായിരിക്കും വറുത്ത് വെക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ചിക്കൻ വറുക്കാതെയും ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. എന്നാണെങ്കിലും ഒരിക്കൽ ട്രൈ ചെയ്യണം. അപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ സ്ഥലം ഓരോരോ ചിക്കൻ നമ്മൾ മാറ്റി മാറ്റി ഇടുന്നതനുസരിച്ച് നമുക്ക് ഓരോ പീസ് പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുന്നു. അപ്പം ഒരു വർഷം ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മറിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വർഷം മറിഞ്ഞു വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടില്ല, എന്നാലും ഫ്രൈ ആണ് കണ്ടോ. ഞാൻ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് വിട്ടു കേട്ടോ. നമ്മുടെ സെയിം പ്രൊസീജിയറാണ് വീണ്ടും. 2 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ട് 2.5 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറന്ന് വരുമ്പോൾ എന്താണെങ്കിലും ഒരു 4 ട്രിപ്പ് വറക്കാൻ ടൈം എടുക്കും. നിങ്ങൾ വലിയ ചട്ടിയിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വറന്ന് കിട്ടും, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അല്ലേ. അപ്പം ഇങ്ങനെ വെറുതെ ആരും കഴിക്കരുത് കേട്ടോ. നമ്മൾ ഡീപ്പ് ഫ്രൈ ആവാത്ത ചിക്കൻ കഴിച്ചാൽ വയറ്റിന് അസുഖം ഉണ്ടാകും, വയറുവേദന, ഛർദി. അതുകൊണ്ട് കുഞ്ഞുമക്കൾ ഇങ്ങനെ വറക്കുമ്പോൾ എടുത്ത് കഴിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എൻ്റെ രണ്ടാമത്തെ ചിക്കനും ഓൾമോസ്റ്റ് വറന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതും നമുക്കങ്ങോട്ട് പറക്കി മാറ്റിയേക്കാം. അടുത്തത് എന്താ പരിപാടി എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്? ചിക്കൻ ഫ്രൈ തന്നെ. ഇതിങ്ങനെ ഫ്രൈ ആയി നമ്മുടെ ഈ പ്രൊസീജിയർ മുഴുവൻ കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഘട്ടത്തിലേക്കും കൂടി കിടക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ ഇതായി. ലാസ്റ്റ് എനിക്കിനി ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ. ഇത്രയും ലാസ്റ്റ് ട്രിപ്പിലാണ് ഞാൻ കരളും ഒക്കെ വറക്കാൻ ഇടുന്നത്. കരളും ബാക്കി സാധനം എനിക്കറിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തതെന്നറിയുമോ? 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ചതച്ചെടുത്തു. അതിനുശേഷം ഒരു 3 സവോള അരിഞ്ഞെടുത്തു ഫൈനായിട്ട്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ ചിക്കൻ വറുത്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ സവോള ഇട്ട് വഴറ്റുന്നത്. ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സെയിം എണ്ണയിൽ എന്താ നമ്മൾ വഴറ്റുന്നതെന്നറിയാമോ? ഇപ്പോൾ ഈ താഴെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ ഇതെല്ലാം ഇല്ലേ, അപ്പം നമ്മളിങ്ങനെ വഴറ്റുന്നതനുസരിച്ച് അതെല്ലാം ഈ കറിയിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്ക് എണ്ണയും എല്ലാം ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടും. അല്ലാതെ നമ്മളിത് വെറുതെ വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ല സെയിം ഇതിലേക്ക് വഴറ്റിയാൽ കണ്ടില്ലേ, വഴറ്റിയാൽ അത് ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കരിയാപ്പല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ സവോള കുട്ടപ്പാരെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ കുഞ്ഞു പാത്രത്തിൽ ഇത്രയും സവോള വഴറ്റാൻ പറ്റുമെന്ന്. വഴണ്ട് വരുമ്പോൾ സവോള മാറും. അപ്പോഴത്തേക്കും സവോള വഴണ്ടപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാവോ?
വേറെ ഒരു പാത്രത്തിൽ നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് അത് മുഴുവൻ തട്ടി. ഇനി നമുക്കൊന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ എണ്ണ എടുക്കാൻ വേണ്ടി മാത്രമാണ് അതിലേക്ക് ഇട്ടത്. ഇനി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. എല്ലാവർക്കും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് വരും നമ്മുടെ സവോള. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാട്ടോ പറഞ്ഞേ. അപ്പം ഞാൻ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വഴറ്റി. ഓൾറെഡി ജസ്റ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബ്രൗൺ കളറാണ് ഇപ്പം കണ്ടില്ലേ, ഓൾമോസ്റ്റ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളറായാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം, എപ്പോഴും പച്ചമുളക് ചതച്ചിടുന്നത് നല്ല ടേസ്റ്റാട്ടോ. ചിലർ അരിഞ്ഞു വിടാം, നമ്മുടെ ഇഷ്ടമാണ്, പക്ഷെ ചതച്ച് ട്രൈ ചെയ്യും. പിന്നെ എൻ്റെ പപ്പായ്ക്ക് എപ്പോഴും ഇഷ്ടം ചിക്കൻ ട്രഷേഴ്സിൻ്റെ ചിക്കൻ പൊടി കേട്ടോ. ചിക്കൻ ട്രഷേഴ്സ് അല്ല കേട്ടോ, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ പൊടിയാണ് എൻ്റെ പപ്പായ്ക്ക് ഇഷ്ടം. ഞങ്ങൾ നേരത്തെ ഈസ്റ്റേൺ ഫാൻസ് ആയിരുന്നു, പക്ഷേ ഈസ്റ്റേണിൻ്റെ ഫ്ലേവർ എൻ്റെ പപ്പായ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആയി. ചിക്കൻ, ബീഫ് എന്ത് വെച്ചാലും ഞങ്ങൾ ഇത് തന്നെ കേട്ടോ. പ്രമോഷനൊന്നും അല്ല കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പകുതി പൊടിയിടും, വേറെ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. ഏകദേശം 3/4 ഭാഗം പൊടിയും നമ്മൾ ഇതിനകത്തിടും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുക്കും. അപ്പം ചൂടായി വരുന്നുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ പൊടി മൂക്കുന്നത് വരെ, നന്നായിട്ട് മൂക്കാനും പാടില്ല. അപ്പം മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി അതൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ട് വെക്കുമ്പോഴത്തേക്കും പൊടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടി ഒന്ന് ഇതാകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്തിരിയോടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമുക്ക് എന്തൊരു ഇപ്പം എത്ര പേർ നമ്മൾ എത്രയും ചാറ് നമുക്ക് വേണമെന്നനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിപ്പം കണ്ടില്ലേ, നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. നമുക്കിഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് കുറുക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കറിയാമല്ലോ, ചിക്കനൊക്കെ മേടിച്ചാൽ കപ്പ നിർബന്ധമാണ് അല്ലേ. എൻ്റെ വീട്ടിൽ നിർബന്ധമാണ് കേട്ടോ. ഡെയിലി ഒന്നുമില്ലെങ്കിലും സൺഡേയിൽ ഒരു സ്പെഷ്യലാണ് പപ്പായുടെ ചിക്കൻ കറിയും കപ്പയും. കപ്പയ്ക്ക് പിന്നെ നമുക്ക് ചാറില്ലാതെ പറ്റില്ല. കപ്പയോ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കയും കാണുമല്ലോ. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ടില്ലേ, ചെറുതായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ കൊട്ടനില്ലേ, അവരങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്, പുകയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ നമുക്ക് തട്ടിയിടാം. അവരാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ എപ്പോഴാണ് ഇടുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഓരോ കഷ്ണങ്ങളിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ചിക്കൻ കുട്ടന്മാർ പറയുക, വാവ്, ഇപ്പോഴേ ഞങ്ങൾക്ക് ആശ്വാസമായി എന്ന്. ചൂടുള്ളപ്പോൾ നമ്മൾ എങ്ങനെയും വെള്ളത്തിൽ ചാടണമെന്ന് വിചാരിക്കുന്നില്ലേ, അതുപോലെ. അപ്പം ഞാൻ ഓരോ ചിക്കനും ഇട്ട് കൊടുത്തു. ഇനിയൊന്ന് നല്ലൊരു തിളയാകുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി. ഓൾറെഡി ചിക്കൻ വറുത്തത് കൊണ്ട് വേവേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ വറുത്ത് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തായിരിക്കുന്നു. ജസ്റ്റ് 5-10 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഈ കറി റെഡിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇത്രയും ലെങ്ത് ആണോ എന്ന്. പക്ഷെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലേ, എൻ്റെ വർത്താനം മാത്രമേ ലെങ്ത് ഉള്ളൂ, റെസിപ്പി വെറും സിമ്പിളാണ് അല്ലേ. അപ്പം തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് മിക്സാക്കി ഇടുകയാണ്. ഇപ്പം നമ്മൾ കഷ്ണം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോളി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചാറിലേക്ക് മുക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ മുക്കി വെച്ചിട്ട് നമുക്ക് കണ്ടോ തിള തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് ഒരു അടപ്പെടുത്ത് അടച്ചു വെക്കാം.
ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ. അപ്പോഴത്തേക്കും ഒരു മൂടി എടുത്ത് നമുക്ക് മൂടി വെക്കും. ഒരു 5-10 മിനിറ്റ്സ്. സോറി കേട്ടോ, അറിയാതെ ഹിന്ദി ഇടയ്ക്ക് കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് അടച്ചു വെക്കാം. തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്നറിയാവോ, 2 കരിയാപ്പല ഇട്ട് കൊടുത്തു. എനിക്ക് കരിയാപ്പല ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ഞാൻ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എനിക്ക് നിർബന്ധമാണ്. ഇപ്പം നിങ്ങളല്ലേ എന്നോട് ഓർക്കുന്നു ഇതെന്താ ഇവളിട്ടേക്കണേ. ഞാൻ ബട്ടറാട്ടോ ഇട്ടേക്കുന്നത്, അമൂലിൻ്റെ. എന്തിനാ ഇട്ടേന്ന് ചോദിച്ചാൽ വെറും ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ. എൻ്റെ പപ്പ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഇടാറില്ല. ഇതെൻ്റെ പരീക്ഷണം കേട്ടോ, അതുകൊണ്ടേ കുറച്ചിട്ടുള്ളൂ. കണ്ടില്ലേ നമ്മുടെ കറി കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പേജ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.